അധ്യായം 11. സ്വപ്നം. നടന്ന് തളർന്നു പോയ ഞങ്ങൾ ഒന്ന് ഇരുന്ന് വിശ്രമിക്കാൻ ഒരിടത്താവളം പരതി. വീണു പോകാതെ പരസ്പരം താങ്ങി. അകലെ ഒരു കലുങ്ക് കണ്ണിൽപ്പെട്ടു. ഹമീദ് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ കിതപ്പ് എന്നേക്കാൾ അവൻ അറിയുന്നുണ്ടാവണം. 5 മിനിറ്റോടെ നടന്നാ മതിടാ, ആ കലുങ്കിനടുത്തെത്താം. പിന്നെ ക്ഷീണം മാറിയിട്ട് നടന്നാ മതി, ഞാൻ പറഞ്ഞു. വെള്ളം കുടിക്കണം. ഈ റോഡിന്റെ സൈഡിലെങ്ങും ഒരു പൈപ്പ്. ഹമീദിന് കിതച്ചിട്ട് പറയാൻ പറ്റണില്ല. അവന് ഭാരം കൂടിക്കൂടി വന്നു. കലുങ്കിനടുത്തെത്താൻ ഞങ്ങൾ ഭഗീരഥ യജ്ഞം തന്നെ നടത്തി. ഇരിക്കുന്നതിന് മുമ്പേ തന്നെ ഹമീദ് വീണു. ഞാൻ എത്ര പിടിച്ചിട്ടും അവൻ എന്റെ വിറയ്ക്കുന്ന ശരീരത്തിലൂടെ ഒഴുകി ഒന്ന് വട്ടം കറങ്ങി റോഡിൽ വീണു. തെക്കുനിന്നും പാഞ്ഞു വന്ന ഒരു അംബാസഡർ കാർ കുതിര അമർന്ന ശബ്ദമുണ്ടാക്കി ബ്രേക്ക് ആഞ്ഞു ചവിട്ടി വെട്ടിച്ചു. കടന്നു പോകും മുമ്പ് ആ ടാക്സിക്കാരൻ ഉച്ചത്തിൽ തെറി വിളിച്ചു. അത് പക്ഷേ ഹമീദ് കേട്ടില്ല. അവന്റെ ബോധം മറഞ്ഞിരുന്നു. ഞാൻ പേടിച്ചുപോയി. ഒരുവിധം അവനെ വലിച്ചിഴച്ച് കലുങ്കിൽ ചാരിയിരുത്തി. ഇറ്റ് വെള്ളത്തിനായി ഞാൻ വെപ്രാളപ്പെട്ട് നാലുപാടും നോക്കി. കലുങ്കിന്റെ പിറകിൽ റബ്ബർ തോട്ടത്തിനരികത്തുള്ള ഒരു വലിയ വീടിന്റെ ഗേറ്റ് കണ്ടു. ഞാൻ ഹമീദിനെ വിട്ട് ഇരുമ്പ് ഗേറ്റ് തള്ളി തുറന്ന് തോട്ടത്തിനുള്ളിലെ ആ വീട്ടിലേക്ക് ഓടി. ഉദ്ദേശിച്ചതിലും വലിയൊരു മാളിക വീടായിരുന്നു അത്. വഴി തീരുന്നിടത്തു നിന്ന് വിശാലമായ മുറ്റത്തേക്ക് 5-6 കൽപ്പടവുകളുണ്ട്. ഇടതുവശത്തൂടെ വണ്ടി കയറിപ്പോകാൻ വേറെ കല്ല് പാകിയ വഴിയുമുണ്ട്. വീടിന്റെ വടക്ക് വശത്ത് ഒരു കുഞ്ഞു വീടോളം വലിപ്പമുള്ള പട്ടിക്കൂട്ടിൽ ഒരു പശുക്കുട്ടിയോളം വലിപ്പമുള്ള ഒരു വിദേശ പട്ടി എന്നെ വകവരുത്താനുള്ള മുൻ വൈരാഗ്യം പ്രകടിപ്പിച്ച് ഭൂമി കുലുക്കി ആഞ്ഞു കുരച്ച് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. വെള്ള പെയിന്റ് അടിച്ച 2 നില വീട്ടിൽ ആരെയും കാണാഞ്ഞ് ഞാൻ മുറ്റത്തിന് താഴെ വെപ്രാളപ്പെട്ടു നിന്നു. ഒരു വേലക്കാരി പെണ്ണ് അടുക്കള ഭാഗത്തു നിന്ന് തല നീട്ടി നോക്കി. ശബ്ദം കേട്ട് വീട്ടിനുള്ളിൽ നിന്ന് ഐശ്വര്യമുള്ള ഒരു മധ്യവയസ്കയായ വീട്ടമ്മ ഇറങ്ങി വന്നു. വെള്ളച്ചട്ടയും മുണ്ടുമാണ് വേഷം. അവരുടെ കാതുകളിൽ തടിച്ച മേക്കാമോതിരങ്ങൾ മിന്നിക്കിലുങ്ങി. ഒരു ക്രിസ്ത്യൻ വീടാണ്. അവർ പക്ഷേ എന്നെ വെറുപ്പോടെയാണ് നോക്കിയത്. എന്താ എന്താ കാര്യം? കുടിക്കാൻ ഇത്തിരി വെള്ളം, ഞാൻ പേടിച്ചാണ് ചോദിച്ചത്. വെള്ളോ? എന്ത് വെള്ളം? വേഗം സ്ഥലം വിട്ടോ, പട്ടിയെ ഞാൻ അഴിച്ചുവിടും. അവരുടെ അപ്രതീക്ഷിതമായ വിരട്ടലിൽ ഞാൻ നടുങ്ങി. റോഡിൽ ബോധം കെട്ട് കിടക്കുന്ന ഹമീദിനെ ഓർത്തപ്പോൾ നിവൃത്തിയില്ലാതെ ഞാൻ കൈകൾ കൂപ്പി. അമ്മച്ചി, ഉപേക്ഷിക്കരുത്. എന്റെ കൂട്ടുകാരൻ റോട്ടിൽ ബോധം കെട്ട് കിടക്കുവാണ്. കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. അമ്മച്ചിയോ? ആരാടാ നിന്റെ അമ്മച്ചി? ദേ, നിനക്ക് വീട് മാറിപ്പോയി കേട്ടോ. എടി റാഹേലേ, അവർ ഉച്ചത്തിൽ വിളിച്ചു. മുഷിഞ്ഞ പാവാടയും ബ്ലൗസും ഇട്ട് ഒരു 15-16 വയസ്സ് തോന്നിക്കുന്ന ആദ്യം തല നീട്ടി കാണിച്ച പെൺകുട്ടി അടുക്കളപ്പുറത്തൂടെ ഇറങ്ങി വന്ന് പട്ടിക്കൂടിനടുത്ത് വന്ന് ആ സ്ത്രീ കാണത്തക്ക വിധത്തിൽ നിന്നു. എടാ ചെക്ക, അതിയാനിങ് വരാനുള്ള സമയമായിട്ടുണ്ട്. നിന്നെപ്പോലത്തെ തെണ്ടിപ്പിള്ളേരെ കിട്ടിയാ കൊണ്ടുപോയി അകത്തിട്ട് ഉരുട്ടി കൊല്ലും. പൊക്കോ പൊക്കോ. എന്തോ മഹാപരാധം ചെയ്തവനെ പോലെ ഞാൻ പരിങ്ങി പേടിച്ചു നിന്നു. ഞാൻ ആ സ്ത്രീയെ അതിശയത്തോടെ നോക്കി. പകല് വീട് പരിശോധന, രാത്രിയില് മോഷണം. പക്ഷേങ്കില് നീ കേറിയ വീട് പോലീസിന്റെ ആയി പോയി കേട്ടാ. നോക്കി നിൽക്കാതെ ആ പട്ടീനെ അങ്ങ് അഴിച്ചുവിടറി. ഞാൻ ശരിക്കും പേടിച്ചു. ആ പെൺകുട്ടി പട്ടിക്കൂടിനടുത്തേക്ക് നീങ്ങിയിട്ട് തിരിഞ്ഞു നിന്ന് എന്നോട് പൊക്കോ എന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ ഭൂമിയിൽ തറഞ്ഞു പോയ കാലുകൾ വലിച്ചെടുത്ത് തിരിഞ്ഞു നടന്നു. പിന്നെ ഹമീദിനടുത്തേക്ക് ഓടി. അപമാന ഭാരം കൊണ്ട് എന്റെ നെഞ്ചുരുകിപ്പൊട്ടി. എനിക്ക് കരയണമെന്ന് തോന്നി. കലുങ്കിനടുത്തേക്ക് ഓടി അടുക്കുമ്പോൾ 2 കല്ലുവെട്ടുകാർ ഹമീദിനെ പിടിച്ച് കലുങ്കിൽ ചാരിയിരുത്തി ശുശ്രൂഷിക്കുന്നു. അവന്റെ മുഖത്ത് വെള്ളം തളിച്ചിട്ടുണ്ട്. വലിയ ആശ്വാസം തോന്നി എനിക്ക്. ഇവർക്ക് വെള്ളം എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ അതിശയിച്ചു. ഞാൻ അവർക്ക് മുന്നിൽ ഓടിച്ചെന്ന് നിന്ന് കിതച്ചു. ഒരാളുടെ കയ്യിൽ 2 ചിരട്ടകൾ ഉണ്ടായിരുന്നു. അവർ റബ്ബർ പാലിന് വെച്ചിരുന്ന ചിരട്ടയിലെ മഴവെള്ളമാണ് ആപൽഘട്ടത്തിൽ ഉപയോഗിച്ചത്. ആശ്വാസത്തിൽ ഞാൻ ഹമീദിനടുത്തിരുന്ന് അവനെ വട്ടം പിടിച്ചു. ഹമീദ് ചിരിക്കാൻ ശ്രമിച്ചു. അവര് വെള്ളം തന്നില്ലടാ. ഞാനൊന്ന് തേങ്ങിപ്പോയി. വെള്ളം മേടിക്കാൻ ഓടിയതാണല്ലേ? ഒരു കല്ലുവെട്ടുകാരൻ ചോദിച്ചു. വലിയ വീടുകളിൽ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. പച്ചവെള്ളം കിട്ടില്ല.
വിശപ്പും ദാഹവും അറിയാവുന്നവരോട് വേണം അത് ചോദിക്കാൻ. അയാൾ ഒരു വലിയ സത്യം പറഞ്ഞു. എന്നിട്ട് അയാൾ ചിരട്ടകൾ ആ വലിയ വീടിന്റെ റബ്ബർ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ചു നേരം കൂടെ ഇരുന്നേച്ച് പോയാ മതി, അവർ തെക്കോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഹമീദിനെ വട്ടം പിടിച്ചിരുന്ന് ഞാൻ അവന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, എന്തു നല്ല മനുഷ്യരാടാ. ഞാൻ ആ വലിയ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചതിന് അവർ പട്ടീനെ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ നോക്കി. ഞാൻ പേടിച്ചുപോയി. ഭർത്താവ് പോലീസാണെന്നും പോലീസിനെ കൊണ്ട് അകത്താക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടടാ. ഹമീദ് അതിശയത്തോടെ എന്നെ തുറിച്ചു നോക്കി. അതേടാ, പണത്തിന്റെ അഹങ്കാരം ഞാൻ നേരിട്ട് കണ്ടു. ഞങ്ങൾ മെല്ലെ എഴുന്നേറ്റ് കലിങ്കിലിരുന്നു. കുറെ നേരം ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ വല്ലാതെ തളർന്നു പോയിരുന്നു. നട്ടുച്ച തലയ്ക്ക് മുകളിലും വിശപ്പ് വയറിനുള്ളിലും കത്തി. ഞങ്ങൾ തെരുവിന്റെ സന്തതികൾ, അനാഥ പിള്ളേര് പെരുവഴിയോരം പരസഹായമില്ലാതെ ഉള്ളുരുകിയിരുന്നു. പണവും അധികാരവും ഉള്ളവരുടെ വലിയ ലോകത്ത് ഞങ്ങൾ ഭൂമിയിലെ പുഴുക്കളെക്കാളും ചെറിയ കീടങ്ങളാണ്. ദുരന്തങ്ങൾ ഒരു ഘോഷയാത്രയായി ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങളിൽ പ്രവേശിച്ച് കടന്നു പോവുകയാണ്. ഡാ, നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? ഹമീദ് ആദ്യം മിണ്ടി. നടക്കാം. ഇനി ഞാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും തല കറങ്ങി വീഴുക. നമുക്ക് നടക്കാടാ ഹമീദെ, അങ്ങ് ചത്തു വീഴുന്നവരെ. ഇല്ലടാ, നമ്മൾ അങ്ങനെ വഴി കിടന്നൊന്നും ചത്തു പോവില്ല. നിന്റെ അമ്മ പറഞ്ഞ കാര്യത്തിൽ എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. എന്ത്? അമ്മയെപ്പറ്റി ഹമീദ് പറഞ്ഞപ്പോൾ എനിക്കൊരാവേശം വന്നു. വാ കീറിയ ദൈവം എരയും തരുമെന്ന് അമ്മയുടെ വാക്കുകൾ ഹമീദ് പറഞ്ഞപ്പോൾ ഒരു പുതുജീവൻ കിട്ടിയ പോലെ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹമീദിന്റെ നേരെ കൈ നീട്ടി. വാ നടക്കാം. ഞങ്ങൾ കൈകൾ കോർത്തു എഴുന്നേറ്റ് നടന്നു. ആരോഗ്യവും അവസ്ഥയും മോശമായതിനാൽ ഞങ്ങൾ വീണു പോവാതിരിപ്പാൻ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. റോഡിലെ ഉരുകിയ ടാറിനെ പേടിച്ച് മണ്ണിനെയും പുല്ലിനെയും ആശ്രയിച്ചു. 1 കിലോമീറ്റർ പോലും നടന്നു തീർക്കാനാവാതെ ഞങ്ങൾ വിഷമിച്ചു. റോഡിന് വലത്തുവശത്ത് ഒരു കപ്പത്തോട്ടം കണ്ട് ഹമീദ് ഒരാശയം പറഞ്ഞു. എടാ, ആരും കാണാതെ ഒരു ചോട് കപ്പ പറിച്ചെടുത്താലോ? കപ്പത്തോട്ടം അടുത്തു വരുന്നതേ ഉള്ളൂ. നല്ല ഐഡിയയാണ്. അതിനുള്ളിൽ ഒരു കുഞ്ഞു വീടില്ലേ? എനിക്കൊരു സംശയം. ഞങ്ങൾ കപ്പത്തോട്ടത്തിന് എതിർവശം നിന്നു. ഒരു പരിശോധന നടത്തി. ശരിയാണ്, ഒരാൾ പൊക്കത്തിൽ ഇലകളില്ലാതെ മൂപ്പത്തി നിൽക്കുന്ന സീലോൺ കപ്പ. അതിനുള്ളിലൂടെയുള്ള നടവഴി തീരുന്നിടത്ത് വൈക്കോൽ മേഞ്ഞ ഒരു കൊച്ചു വീട് വ്യക്തമായും കണ്ടു. റോഡിൽ നിന്നും ഒരാൾ പൊക്കത്തിലാണ് പറമ്പ്. വീട്ടിലേക്ക് നടക്കല്ലുകളല്ല, പകരം മണ്ണ് വെട്ടിയുണ്ടാക്കിയ പടവുകളും മുളയുടെ ഒരു കടമ്പയുമുണ്ട്. വിശന്നിട്ടാണെങ്കിലും മനസ്സുകൊണ്ട് ഒരു മോഷണമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന് സ്കോപ്പില്ലെന്ന് കണ്ട് നിരാശയോടെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു സ്ത്രീ ആ കുടിലിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. കള്ളിമുണ്ടും ചട്ടയും മേൽമുണ്ടും ധരിച്ച അവർ ഗർഭിണിയുമാണെന്ന് ഇത്ര അകലെ നിന്നപ്പോൾ പോലും മനസ്സിലായി. അവരുടെ കയ്യിൽ നീളമുള്ള ഒരു ചൂലുണ്ടായിരുന്നു. നേരെ അവിടേക്ക് നോക്കി നിൽക്കുന്ന ഞങ്ങളെ കണ്ടിട്ടാവണം അവർ ഞങ്ങളെ നോക്കിയും ഇത്തിരി നേരം നിന്നു. ഹമീദേ, പാവങ്ങളുടെ വീടല്ലേ, നമുക്കൊന്ന് കയറി ചെന്ന് കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചാലോ? വേണോ? എന്റെ അനുഭവം ആവർത്തിച്ചാലോ എന്ന് അവന് പേടി കാണും. എന്തും വരട്ടെ, തന്നില്ലെങ്കിൽ തിരിച്ചു പോരാലോ. ഞങ്ങൾ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കി റോഡ് ക്രോസ് ചെയ്തു. ഞങ്ങളെക്കാൾ പൊക്കത്തിലുള്ള മൺപടവുകൾക്ക് താഴെ ചെന്ന് നിന്നപ്പോൾ ഹമീദ് സംശയിച്ചു. ഇത് കയറിയാൽ പിന്നെയും തല കറങ്ങിയാലോ? നീ അങ്ങനെ പേടിക്കല്ലേ, പേടിച്ച പിന്നെയും വീഴും. ഞങ്ങൾ ഒരുവിധം 1-2 മൺപടികൾ ചവിട്ടിക്കയറി നിന്ന് കിതച്ചു. പെട്ടെന്ന് ഞാൻ ആ സ്ത്രീയെ കുറച്ചുകൂടി അടുത്ത് കണ്ടു. എന്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. അവർക്ക് എന്റെ അമ്മയുടെ മുഖഛായ ഉണ്ടെന്ന് തോന്നി. അവരെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ എനിക്ക് കലശലായ ആഗ്രഹം തോന്നി. ഞാൻ യാന്ത്രികമായി ഹമീദിന്റെ കൈ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഒരു പടി കൂടി കയറിയപ്പോൾ ആ സ്ത്രീ ഒന്ന് പേടിച്ച് പരുങ്ങുന്നത് കണ്ടു. അവർ പേടിക്കാതിരിക്കാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ എന്ന് വിളിച്ചു ചോദിച്ചു. അവർ പക്ഷേ ഒന്നും മിണ്ടാതെ ഇത്തിരി നോക്കി നിന്നിട്ട്
വീടിന്റെ വലത്തുവശത്തുകൂടി വീടിന് പിറകിലേക്ക് പോയി കളഞ്ഞു. വല്ലാത്ത നിരാശയിൽ ഞാനും ഹമീദും പരസ്പരം നോക്കി. തല കറങ്ങുന്നടാ, നിന്നിട്ട് കാര്യമില്ല, താഴേക്കിറങ്ങാം. അവനത് പറഞ്ഞു തീരും മുൻപേ ഹമീദ് കുഴഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. താഴേക്ക് വീഴാതെ ഞാൻ അവനെ ഒരുവിധം താങ്ങി മുകളിലത്തേതും അവസാനത്തേതുമായ ചവിട്ടുപടിയിലേക്ക് ഇരുത്തി. ഞങ്ങൾ ഒരുമിച്ച് വീഴും പോലെയാണ് റോഡിലേക്ക് തിരിഞ്ഞിരുന്നത്. ഞാൻ ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് ആ സ്ത്രീയും അവരുടെ ഭർത്താവെന്ന് തോന്നുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനും വന്നു. ഞങ്ങൾ വീഴുന്നത് അവർ കണ്ടു. അയാളുടെ തോളത്ത് പണിഞ്ഞുകൊണ്ടിരുന്ന തൂമ്പയുമുണ്ട്. തൂമ്പ മുറ്റത്ത് വെച്ചിട്ട് അയാൾ തിടുക്കപ്പെട്ട് ഓടി എന്നോണം കടമ്പയ്ക്കരികിലേക്ക് വന്നു. എന്താ, എന്തു പറ്റി? അയാൾ ചോദിച്ചു. ഒന്ന് തല കറങ്ങിയതാ ചേട്ടാ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? ഞാൻ പരമാവധി ദയനീയമായി ചോദിച്ചു. അയാൾ ധൃതിയിൽ ഭാര്യയോട് പറഞ്ഞു, ഡേ ഇത്തിരി വെള്ളം എടുക്ക്. ഞങ്ങൾക്ക് വലിയ ആശ്വാസം തോന്നി. നല്ല വെയിലുണ്ട്, നിങ്ങൾ വന്ന് ആ ഇറയത്ത് കുറച്ചു നേരം ഇരിക്ക്, അയാൾ പറഞ്ഞു. ആ നല്ല വാക്കുകളിൽ ഞങ്ങൾക്ക് എഴുന്നേൽക്കാനും കടമ്പ കടന്ന് ഇറയം വരെ നടക്കാനുമുള്ള ഊർജം കിട്ടി. അമ്മയുടെ മുഖഛായുള്ള അയാളുടെ ഭാര്യ ഒരു പ്ലാസ്റ്റിക് കപ്പ് നിറയെ വെള്ളം വീടിന്റെ പുറകിൽ നിന്നും മുറ്റത്തേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ നേരെ നീട്ടിത്തന്നു. ഹമീദ് ആർത്തിയോടെ പകുതിയിലധികം കുടിച്ചു. ബാക്കി ഞാനും. കപ്പ് തിരികെ കൊടുത്തപ്പോൾ നന്ദിയും സങ്കടവും കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിഷമിക്കേണ്ട, ഇനി വേണോ വെള്ളം? അവർ ചോദിച്ചു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പിടഞ്ഞു. ഞാൻ വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. നിങ്ങൾ എവിടുന്നാ? അയാൾ അന്വേഷിച്ചു. ഹമീദ് ദാഹം തീർന്നതും ലേശം ഉല്ലാസവാനായി. കോട്ടയത്തു നിന്നും നടന്നു വരികയാണ് ചേട്ടാ. ഒന്നും കഴിക്കാത്തത് കൊണ്ട് 1 കിലോമീറ്റർ മുമ്പ് ഞാനൊന്ന് തല കറങ്ങി വീണു. ഇത്തിരി വെള്ളത്തിനായി ഇവൻ വലിയൊരു വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവർ തന്നില്ല. പട്ടിനെ അഴിച്ചുവിട്ട് കടിപ്പിക്കുമെന്ന് പറഞ്ഞു. ഹമീദ് ഒന്ന് കിതച്ചു നിർത്തി. അതൊരു പോലീസുകാരന്റെ വലിയ മാളിക വീടായിരുന്നു. ഞാൻ ബാക്കി പറഞ്ഞു നിർത്തി. എന്റെ അമ്മയുടെ ഛായയുള്ള ആ ഗർഭിണി അയാളെ കണ്ണു കാണിച്ച് വിളിച്ച് വീടിന്റെ പുറകിലേക്ക് ഞങ്ങൾ കാണാതെ മറഞ്ഞു നിന്ന് എന്തോ സ്വകാര്യം പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് അയാൾ മാത്രം പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങളിരുന്ന ഇറയത്തിന്റെ ഒരറ്റത്ത് അയാളും ഇരുന്നു കൊണ്ട് പറഞ്ഞു, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ആരെയും വിശ്വാസമില്ല, അതാ കാര്യം. പ്രത്യേകിച്ച് ഇങ്ങനെ റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക്. പകല് ഓരോ കാര്യം പറഞ്ഞു വരുന്നവർ മിക്കവാറും രാത്രിയിൽ കള്ളന്മാരായിട്ട് വരും. അതാണ് പലരുടെയും അനുഭവം. അയാൾ ഒരു പൊതു കാര്യം പറഞ്ഞതാണ്. അത് പക്ഷേ ഞങ്ങൾക്ക് കൊള്ളുന്നുണ്ടായിരുന്നു. ഞാൻ അയാൾക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് പതുക്കെ പറഞ്ഞു, ചേട്ടൻ പറയുന്നത് കാര്യമായിരിക്കാം. ഞങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ പറ്റില്ല. തെരുവിലായിപ്പോയി. ഇവൻ മുണ്ടക്കയത്തുകാരനാണ്. രണ്ടാനമ്മയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ നാട് വിട്ടതാ. ഞാൻ എറണാകുളത്തുകാരനാ. പഠിപ്പിക്കാത്തതിന്റെ വിഷമത്തിൽ ഞാനും നാട് വിട്ടു. കോട്ടയത്ത് ഞങ്ങൾ കണ്ടുമുട്ടി. ഒരു പണിക്കു വേണ്ടി അലഞ്ഞു തിരിഞ്ഞു. കിട്ടിയില്ല. എറണാകുളത്തേക്ക് നടക്കുകയാണ്. എന്റെ വിശദീകരണം അയാൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന പോലെ തോന്നി. അകത്ത് വാതിൽക്കൽ വന്ന അയാളുടെ ഭാര്യ, ചേട്ടാ ഒന്ന് വന്നേ എന്ന് വിളിച്ചു. അയാൾ എഴുന്നേറ്റ് അവർക്കൊപ്പം അകത്തേക്ക് പോയി. നല്ല ആശ്വാസം. ഇത്തിരി നേരം കൂടെ ഇരുന്നിട്ട് നടക്കാം. ഇവര് പാവങ്ങളും നല്ലവരുമാ. നമ്മൾ ഇനിയും ഇരുന്ന അവർക്കൊരു ബുദ്ധിമുട്ടായാലോ? ഞാൻ ശബ്ദം വളരെ താഴ്ത്തിയാണ് ഹമീദിനോട് സംസാരിച്ചത്. ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോവാം. എനിക്കിപ്പോ ഒത്തിരി ആശ്വാസമുണ്ടടാ. ഇനി കുറെ നടക്കാം. നിനക്കോ? എനിക്കും. ഇനി നടക്കുമ്പോൾ കാണുന്ന പൈപ്പിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം കുടിക്കണം. ഞാനത് പറഞ്ഞു തീരും മുൻപേ കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കി. ആ മനുഷ്യൻ 2 കൈകളിലും ഓരോ കിണ്ണം പിടിച്ച് നടന്നു വരുന്നു. അത് ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവച്ചു. അതിലെ കാഴ്ച കണ്ട് ഞങ്ങളുടെ കണ്ണ് തള്ളി. കിണ്ണം നിറയെ ആവി പറക്കുന്ന പൊടിയരിക്കഞ്ഞി, അതിൽ ചേനക്കറിയും ഇട്ടിരിക്കുന്നു. ഞങ്ങൾ അവിശ്വസനീയമായി പരസ്പരം മിഴിച്ചു നോക്കിയിട്ട് ആ ദമ്പതികളെ വിശ്വാസം വരാതെ തുറിച്ചു നോക്കിയിരുന്നു പോയി. എന്റെ അമ്മയുടെ മുഖമുള്ള സ്ത്രീ എന്റെ അമ്മ തന്നെയാണോ എന്ന് ആ സമയത്ത് ഞാൻ ശരിക്കും സംശയിച്ചു. ഞങ്ങളുടെ ഉച്ചഭക്ഷണമാണ്. നിങ്ങൾ കഴിച്ചോ? ഒത്തിരി കാത്തിരുന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോണു. ദൈവത്തോട് നന്ദി പറയാൻ ഇതും
ഒരു വഴിയാണെന്നാ ഇവൾ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നോ ഭർത്താവിനെ ഞങ്ങൾ കാണാതെ മാറ്റി നിർത്തി പറഞ്ഞത്? നന്ദി കൊണ്ട് ഞങ്ങളുടെ മനസ്സുകൾ നിറഞ്ഞു തുളുമ്പി. അറിയാതെ അവരുടെ നേരെ എൻ്റെ കൈകൾ കൂമ്പിപ്പോയി. ഏയ്, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ കഴിക്ക്. എന്നിട്ട് ഇന്നത്തെ ദിവസം വിശക്കാതെ നടക്ക്, ആ നല്ല മനുഷ്യൻ പറഞ്ഞു. അയാൾ മുറ്റത്തിരുന്ന തൂമ്പ എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇറയത്ത് കാലുകൾ മുറ്റത്തേക്കിട്ട് ഇരുന്നു. ഞങ്ങൾ ചൂട് കിണ്ണം മടിയിലെടുത്തു വെച്ച് ആർത്തിയോടെ വാരി തിന്നാൻ തുടങ്ങി. ഇത്രയും രുചികരമായ ഭക്ഷണം ഞാൻ മുൻപെങ്ങും കഴിച്ചിട്ടില്ല, ഇനി കഴിക്കുകയുമില്ല, സത്യം. നിമിഷങ്ങൾ കൊണ്ട് കിണ്ണങ്ങൾ കാലിയായി. വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ പാത്രങ്ങളുമായി എഴുന്നേൽക്കും വരെ അമ്മ വാതിൽക്കൽ ഒരു നേർച്ച നടത്തുന്നത് പോലെ നോക്കി നിന്നു. ഞാൻ അവരെ മനഃപൂർവ്വം അമ്മേ എന്ന് വിളിച്ചു. അവരുടെ കണ്ണുകൾ വിടരുകയും നിമിഷ നേരം കൊണ്ട് അവ നിറയുകയും ചെയ്തു. കഴുകാൻ ഇത്തിരി വെള്ളം എന്ന് പറഞ്ഞപ്പോൾ സ്ഥലകാല ബോധം വിട്ടുനിന്ന അവർ പെട്ടെന്ന്, വേണ്ട, പാത്രം ഇങ്ങ് തന്നേരെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് 2 കൈകളും നീട്ടി പാത്രങ്ങൾ രണ്ടും മേടിച്ചെടുത്ത് അകത്തേക്ക് പോയി. ഞങ്ങൾ അന്താളിച്ചു നിന്നു. അയാൾ ഞങ്ങളെ നോക്കി ചിരിച്ചു. കുറച്ചു നേരം ഇരുന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ഹമീദ് ആ ചേട്ടന് മുന്നിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, അരിയാഹാരം കഴിച്ചത് എന്നാണെന്ന് ഞങ്ങൾ മറന്നുപോയി. ഇതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ചേട്ടാ. എന്താ പേര്? അയാൾ ചോദിച്ചു. ഹമീദ്, ഇവൻ ബേബി, അവൻ പറഞ്ഞു. ഹമീദ് പറഞ്ഞത് ശരിയായിരിക്കും. വിശപ്പ് എന്താണെന്ന് ശരിക്കും അറിഞ്ഞവരാണ് ഞങ്ങൾ. അന്യജാതിയിൽ നിന്നും കല്യാണം കഴിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഒറ്റപ്പെട്ടുപോയി. ഒത്തിരി കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണി ചെയ്ത വിശപ്പ് മാറ്റിയേ ദൈവം താങ്ങി നിർത്തി. അയാളൊന്ന് നിർത്തിയിട്ട് ഞങ്ങൾ 2 പേരോടുമായി പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, ഈ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. ഒരു കര പറ്റും. തെറ്റ് ചെയ്യരുത്, പണിയെടുത്ത് ജീവിക്കണം, ഒക്കെ ശരിയാവും. ഞങ്ങൾ അനുസരണയോടെ തലയാട്ടി. ഇനിയും അമ്മയായിട്ടില്ലാത്ത അമ്മ കപ്പിൽ നിറയെ വെള്ളവുമായി വന്ന് ഞങ്ങൾക്ക് നേരെ നീട്ടി. കഴുകിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ വായും കൈയും കഴുകുകയും കുറച്ച് കുടിക്കുകയും ചെയ്തു. കപ്പ് തിരികെ കൊടുക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലെ വാത്സല്യ നോട്ടം ഞാൻ തിരിച്ചറിഞ്ഞു. വീണ്ടും ഒന്നുകൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ മുറ്റത്ത് നിന്ന് അവർക്ക് നേരെ കൈകൾ കൂപ്പി യാത്ര ചോദിച്ചു. എന്നെങ്കിലും കാണാം, ഞങ്ങൾ പൊക്കോട്ടെ. അവർ പരസ്പരം നോക്കി ചിരിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ തലയാട്ടി ഞങ്ങളെ യാത്രയാക്കി. വയറുകളും മനസ്സുകളും നിറഞ്ഞ ഞങ്ങൾ മോഷ്ടിക്കാൻ തുനിഞ്ഞ കപ്പത്തോട്ടത്തിന് നടുക്കൂടെയുള്ള വഴിയിലൂടെ നടന്ന് കടമ്പ കടന്ന് ഒന്നും കൂടെ തിരിഞ്ഞ് കണ്ണുകൾ കൊണ്ട് ഒന്നുകൂടെ നന്ദിയും സ്നേഹവും യാത്രയും പറഞ്ഞ് മണ്ണിന്റെ പടവുകൾ ഇറങ്ങി. ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുകയായിരുന്നു ഞങ്ങൾ.